ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉഴുന്ന് തന്നെ എടുക്കാം കേട്ടോ. ഒരുപാട് പഴകിയ ഉഴുന്നിന് പകരം പുതിയ ഉഴുന്ന് തന്നെ എടുക്കുക, അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് മിനിമം ഒരു അരമണിക്കൂർ കുതിർത്തിയെടുക്കുക. അപ്പോഴേക്കും ഉഴുന്നൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ഒരു ജാറിൽ അരച്ചെടുക്കുക, അല്ലെങ്കിൽ ഗ്രൈൻഡറിലാണെങ്കിലും അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് അരച്ചെടുക്കുമ്പോൾ ആ ഒരു മിക്സി ജാറ് ചൂടായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം തെളിച്ച് മാത്രം അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും അരച്ചെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ഇത് ഒരുപാട് ലൂസായിട്ട് മാറും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ 1 കപ്പല്ലേ ഉള്ളൂ, അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ആവശ്യമാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ അരഞ്ഞ് വരണം ഉഴുന്ന്. അപ്പോഴായിരിക്കും ഈ ഒരു സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറുക കേട്ടോ. കണ്ടോ, ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പതഞ്ഞ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ വരണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പോൾ ഒന്നും കൂടിയും എളുപ്പത്തിൽ തന്നെ എന്താ പറയുക, കറക്റ്റായിട്ട് റെഡിയായിട്ട് തന്നെ വരും കേട്ടോ. മിക്സി ജാറിലാണെങ്കിൽ നന്നായിട്ട് തന്നെ വരും, കുഴപ്പമൊന്നുമില്ല. ഒരു സ്റ്റെപ്പ് നമ്മൾ കൂടുതൽ ചെയ്തെടുത്താൽ മതി, അത് ഞാൻ കാണിക്കാം. അപ്പോൾ അതേ ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക, കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ഇതൊന്ന് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോഴായിരിക്കും ഇപ്പോൾ ഉഴുന്ന് വടയ്ക്കണമെങ്കിലും ഉഴുന്ന് ബോണ്ടയ്ക്ക് വയ്ക്കണമെന്നുണ്ടെങ്കിലും ഒന്നും കൂടെ നന്നായിട്ട് തന്നെ മാറുക. ഗ്രൈൻഡറിലാണ് നിങ്ങളിത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി നന്നായിട്ട് തന്നെ വരുമല്ലോ. ഇനിയിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. ഉഴുന്നുവടയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലേവറിലും ചെറിയ കാര്യങ്ങളുണ്ടാവും. ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരക്കൊത്താണ് ചേർക്കുന്നത്. നാളികേരക്കൊത്ത് എന്ന് പറയുമ്പോൾ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പിലയും മുറിച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കും. അതുപോലെ ഒരു 3 പച്ചമുളക് എരിവിനനുസരിച്ച് തന്നെ ചേർക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചേർക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം അളവിൽ മല്ലിയിലും നല്ലൊരു ഫ്ലേവർ കൊടുക്കും. മല്ലിയില നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം അളവിൽ ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു സവാള, അതും നന്നായിട്ട് ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ബോണ്ടി ആകുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നതായിരിക്കും നന്നായിട്ട് തന്നെ വരാം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർക്കാം. അപ്പോൾ കുരുമുളക് ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കണത്. അത് മുഴുവനോട് കൂടിയാണ് ചേർക്കണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് മാറും. അതുപോലെ ആ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനും അരിപ്പൊടി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അരിപ്പൊടിയുടെ അളവ് കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഉഴുന്നിൻ്റെ ടേസ്റ്റ് മാറിയിട്ട് ആ ഒരു അരിപ്പൊടിയുടെ ഒരു ടേസ്റ്റിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴായിരിക്കും ഈ ബാറ്റർ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറുക കേട്ടോ. പിന്നെ സവാളയൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ സവാളയുടെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ പുറത്തോട്ട് വരും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയും ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഈ ബാറ്റർ ഇരിക്കേണ്ടത്. അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ മാറുക. ഒരിക്കലും ഹാർഡായിട്ടുള്ളൊരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അത്രയ്ക്ക് നന്നായിട്ടൊന്നും വരില്ല കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. പിന്നെ ഉഴുന്നുവട ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ഒരു സംഭവമാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടും. ഉഴുന്നുവടയുടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഷേപ്പ് ചെയ്തെടുക്കേണ്ട പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കൈയൊന്ന് വെള്ളത്തിലൊന്ന് നനച്ചെടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കൈയൊന്ന് നനച്ചിട്ട് നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ബോണ്ടിയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സൈസിലുള്ള ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ആ ഒരു നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരിക. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് എണ്ണ വേണം. അപ്പോഴായിരിക്കും ആ ഒരു ഷേപ്പ് നമുക്ക് നിലനിർത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ പറ്റുക കേട്ടോ, ആ ഒരു ബോണ്ടയുടെ ഷേപ്പിൽ. കണ്ടില്ല, അല്ലെങ്കിൽ ഒരു കുഴിയുള്ള പാത്രം ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് തന്നെ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ മൊരിഞ്ഞ് വരണ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. എന്താ പറയുക, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിൻ്റെ കൂടെ ഇപ്പോൾ കോക്കനട്ട് ചട്നിയോ സാമ്പാറോ അങ്ങനെ ഇത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. നല്ല ഫ്ലേവറോട് കൂടി തന്നെയാണ്. കണ്ടോ, നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് തന്നെ വരട്ടെ കേട്ടോ. ഇതിപ്പോൾ കണ്ടോ ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതി കേട്ടോ. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് ബോണ്ട ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ തന്നെ വരും കേട്ടോ. ചൂടോടുകൂടി വേണമെങ്കിൽ കഴിക്കാം. ചൂടോടുകൂടി നന്നായിട്ട് വരും. പ്രത്യേകിച്ച് ഒരു ഡിപ്പിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ചട്നിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ചൂടോടുകൂടെ കഴിക്കണ സമയത്ത് കേട്ടോ. അപ്പോൾ അതേ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഓരോന്ന് ഉണ്ടാക്കി ഇട്ട് കൊടുക്കുമ്പോഴും കൈയൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ കയ്യിൽ സ്റ്റിക്കായിട്ട് അങ്ങനെ പിടിക്കില്ല കേട്ടോ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കും. അപ്പോൾ അതേ ഒരു 5 എണ്ണമൊക്കെ വീതമാണ് ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വലിയ പാനാണെങ്കിൽ കൂടുതൽ തന്നെ നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഷേപ്പൊന്നും തോന്നിയില്ല എന്നുണ്ടെങ്കിലും അത് എണ്ണയിലിട്ട് വരുമ്പോഴേക്കും ഉഴുന്നായതുകൊണ്ട് തന്നെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. നല്ലൊരു ഷേപ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കണ്ടോ, ഇതും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സവാളയൊക്കെ മൊരിഞ്ഞിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ നമ്മളിത് കഴിക്കുമ്പോൾ ആ ഒരു നാളികേരക്കൊത്തൊക്കെ ഒന്ന് കടിക്കുന്നതും അതൊക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഉഴുന്ന് ബോണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു ഈസി ടീ ടൈം സ്നാക്ക് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉഴുന്ന് ബോണ്ട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.